വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് 5 ചാപ്റ്ററിൻ്റെ. ഓക്കെ, ബാക്കിയുള്ള 5 ചാപ്റ്റർ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സിൻ്റെ നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തൊട്ടുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളായിരുന്നു ഞാൻ അതിന് ശേഷം ചെയ്തൊരു വീഡിയോയിലുണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ ഫുൾ മാർക്കാണ് നിങ്ങളുടെ എയിമെങ്കിൽ അത് നിങ്ങളെ നിർബന്ധമായിട്ട് കാണാൻ. ജയിക്കാൻ വേണ്ടിയിട്ടൊന്നും അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം നല്ല മാർക്കാണ് നിങ്ങളുടെ എയിമെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിലും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, കാരണം റേ ഒപ്റ്റിക്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓരോ ക്വസ്റ്റ്യനും നോക്കി പോകാം. അതിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പ്രോബ്ലം ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ടഫായിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തുതരാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് പറയാൻ പറ്റുന്ന ആൻസേഴ്സൊക്കെ അതിൽ തന്നെ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ 1 വേർഡ് സെഷൻ, 1 മാർക്കിൻ്റെ സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഐഡിയൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദ ക്വാണ്ടിറ്റി വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ബോത്ത് ദ കോയിൽസ് ഈസ്. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, പവർ ആണല്ലേ ആൻസർ വരിക. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഇൻഡക്ടർ മേ സ്റ്റോർ എനർജി ഇൻ. ഒരു ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് ആണോ, ഇറ്റ്സ് കോയിൽസ് ആണോ, ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണോ, ബോത്ത് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആണോ? അവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് ഇൻ എ സി സർക്യൂട്ട്? എ സിയിൽ നമ്മൾ XL/XC എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. XL/XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ω² × LC ആണ് വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്വാണ്ടിറ്റി റൂട്ട് ഓഫ് μ0ε0 റെപ്രസെൻറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, C is equal to 1/√μ0ε0. അപ്പോൾ √μ0ε0 എന്താണ്? 1/c. ദാറ്റ് മീൻസ് ഇൻവേഴ്സ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരിക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ റെക്ടാങ്കുലർ കണ്ടക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫസ്റ്റ് മോഷൻ, രണ്ടാമത്തെ സ്ലോ മോഷൻ. മോർ വർക്ക് വിൽ ബി ഡൺ വെൻ ദ മോഷൻ ഈസ്. തുടങ്ങുന്നുണ്ട്, മെല്ലെ തുടങ്ങുന്നുണ്ട് അല്ലേ. മോഷണൽ EMFിലെ കോൺസെപ്റ്റാണ്. ഏറ്റവും കൂടുതൽ വർക്ക് വേണ്ടി വരിക. ഓക്കെ, ഒരു റെക്ടാങ്കുലർ കണ്ടക്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫസ്റ്റ് മോഷൻ ആൻഡ് സ്ലോ മോഷൻ ആണെങ്കിൽ ഈ കേസിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഏത് മോഷനിലാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫസ്റ്റ് മോഷനിലാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ഈസ് ദ നീഡ് ഫോർ ലാമിനേറ്റിംഗ് ദ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ കോർ എന്തിനാണ് ലാമിനേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ടു റെഡ്യൂസ് ദ എഡ്ഡി കറൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, ടു ഐഡന്റിക്കൽ കോആക്സിയൽ കോയിൽസ് P and Q ക്യാരിയിങ് ഈക്വൽ എമൗണ്ട് ഓഫ് കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വൽ, അത് കുറച്ച് കോൺസെപ്റ്റ് മെല്ലെ വരുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് ഓഫ് കറണ്ട് ആണ്. ഈക്വൽ എമൗണ്ട് ഓഫ് കറണ്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ബ്രോട്ട് നിയറർ ദ കറണ്ട് ഇൻ. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിന് എന്താ സംഭവിക്കുക? ബോത്ത് P and Q ഡിക്രീസ് ആണ് ആവുക. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ദെൻ നമുക്ക് 2 മാർക്കിൻ്റെ സെഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാൽ മതി. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ, കാരണം ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, an AC source is connected to a coil with a negligible resistance and a bulb in series as shown in the figure. If an iron rod is gradually inserted in the coil, what happens to the brightness of the bulb? എക്സ്പ്ലെയിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ആ കോയിലിൻ്റെ ഉള്ളിൽ ഒരു അയൺ റോഡ് വെക്കുന്ന സമയത്ത് അതിൻ്റെ പെർമിയബിലിറ്റി മാറും അല്ലെ, പെർമിയബിലിറ്റി കൂടുമെന്ന് കേസാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. ബാക്ക് EMF ഒക്കെ നമുക്ക് വേണം പറയാം. ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യും? കുറയും. കോൺസെപ്റ്റ് സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കോൺസെപ്റ്റ് വരിക. ഓക്കെ, ദെൻ അതായത് സോളിനോയിഡിൻ്റെ ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന AC വോൾട്ടേജ് കൂടും. ദാറ്റ് മീൻസ് അവിടെയാണ് കൂടുതൽ ഉണ്ടാവുക. അതായത് നമ്മൾ ബൾബിന് എക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. അപ്പോൾ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് ഓർ പവർ കുറയും, അതുകൊണ്ട് ബ്രൈറ്റ്നെസ് കുറയും. ക്വസ്റ്റ്യൻ നമ്പർ 9 കാണുമ്പോൾ അറിയാം, LCRൽ നോർമലി പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പല പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ ആണ്, ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. LCR സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൽ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആർ ഈക്വൽ. അത് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവുന്നുണ്ട്. 300 വോൾട്ട് കപ്പാസിറ്ററിലും 300 വോൾട്ടാണ്, ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും സെയിം വോൾട്ടേജ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ റീഡിങ്സ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കണം പറ്റണം, ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും വോൾട്ടേജ് സെയിം ആണെങ്കിൽ സർക്യൂട്ട് എന്തിലാണ്? റെസൊണൻസ്. സർക്യൂട്ട് റെസൊണൻസ് ആണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. അങ്ങനെ സർക്യൂട്ട് റെസൊണൻസ് ആണ് നിങ്ങൾക്ക് അറിയണം. സപ്ലൈ വോൾട്ടേജ് ആണ് റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുക. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് എത്രയാണ് നിങ്ങൾ നോക്കിട്ടോ, ഫിഗറൊക്കെ കറക്റ്റ് നോക്കണേ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്, ഡൗട്ട് എന്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. 220 വോൾട്ട് ആണ്. അപ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ്, അതായത് റെസിസ്റ്ററിന് അക്രോസ് ആണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും ആൻസർ വരിക 220 വോൾട്ട്. അതുപോലെ
അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ റീഡിംഗ് എന്തായിരിക്കും? ഓക്കെ, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ്. കാരണം അവിടെ റെസൊണൻസ് ആകുമ്പോൾ ബാക്കിയുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ 220 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 6 നോക്ക്. ഓക്കെ, ആറിൻ്റെ വാല്യൂ 100 ഓം ആണ്. റെസിസ്റ്റൻസ് 100 കണ്ടില്ലേ? അപ്പോൾ 220 ഡിവൈഡ് ബൈ 100, സോ ആൻസർ വിൽ ബി 2.2 ആംപിയർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇതൊക്കെ പ്രീവിയസ് ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 10, ദ പാത്ത് ഓഫ് ലൈറ്റ് റേസ് ത്രൂ എ കോൺവെക്സ് ലെൻസ് വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ 2 ഡിഫറെൻറ്റ് മീഡിയ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആൻഡ് ഇറ്റ് സറൗണ്ടിങ് ഇൻ ബോത്ത് കേസ്? ഫിഗർ 1 നോക്കിയേ. μ1 ഒരു കോൺവെക്സ് ലെൻസ് പിന്നെ μ1 അത് പാരലലി പോവുകയാണ്. എപ്പോഴാണ് പാരലലി പോവുക? ബെൻഡിങ് ഒന്നും ഇല്ലാതെ പോവുക. എപ്പോഴാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിരിക്കും. അപ്പോൾ അതിന് മീനിങ് എന്താ? കോൺവെക്സ് ലെൻസിന് സറൗണ്ടിങ്ങിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റിലേഷനാണ് വേണ്ടത്. μ1 ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. ഡൈവേർജ് ചെയ്ത് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലെൻസിൽ നിന്നും ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡൈവേർജ് ചെയ്തു. അപ്പോൾ ആ ഡൈവേർജ് ചെയ്ത ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് രണ്ടാമത്തെ കേസിൽ ആൻസർ എന്താ വരിക? μ2 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, വേവ് ഫ്രണ്ട് ഈസ് എ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൈഗൻസ് ടു എക്സ്പ്ലെയിൻ വേരിയസ് ഒപ്റ്റിക്കൽ ഫിനോമിന. എ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് വിൽ എമർജ് ഫ്രം? കേട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ. പോയിന്റ് സോഴ്സിൽ നിന്ന് വരിക സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഡിസ്റ്റന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് പ്ലാനർ വേവ് ഫ്രണ്ട് ആണ്. ദെൻ ബി പാർട്ട്, എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. സ്കെച്ച് ദ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഒരു പുതിയ സാധനം കയറിയിട്ടുണ്ട്. സ്കെച്ച് ദ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. മക്കൾ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞ ശേഷം ഞാൻ ഇത് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നോർമലി റിഫ്രാക്ഷൻ വരക്കുക, കൺവേർജിങ് വരക്കുക, അപ്പോൾ തന്നെ ആൻസർ കിട്ടും. ബട്ട് നിങ്ങൾക്ക് അത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് വരക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ലെങ്കിൽ മക്കൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഷുവർലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, ദ ഫിഗർ ബിലോ ഷോസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് സിഗ്നൽസ് ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. OFCൻ്റെ ഭാഗമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ നോർമലി ടോട്ടൽ ഇൻഡൽ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമാണ്, OFC സിലബസിൽ സ്റ്റിൽ ഉണ്ട്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, മിറാഷ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, OFC ഡിലീറ്റ് അല്ല. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിന് OFC ഇതുവരെ അങ്ങനെ എടുത്ത് വന്നിട്ടൊന്നുമില്ലെങ്കിൽ ഇപ്രാവശ്യം OFCക്ക് നല്ല ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ OFC ഒരു സാമ്പിൾ ഒരു ഫിഗറൊക്കെയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ഹാപ്പനിങ് അറ്റ് ദ പോയിന്റ് എ. ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞു, അത് TIR ആണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇത് നടക്കാനുള്ള കണ്ടീഷൻസ് എന്താണ്? ഓക്കെ, കോറും ക്ലാഡിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉൾഭാഗത്തെയാണ് കോർ എന്ന് വിളിക്കുക, ഔട്ടറിനെയാണ് ക്ലാഡിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, റയോപ്റ്റിക്സിൻ്റെ വീഡിയോസിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട് മക്കളെ. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനേക്കാൾ കൂടുതലായിരിക്കണം. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്ന N1 ആണ്. അതായത് N1 N2 കൂടുതലായിരിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത്. പിന്നെ TIRൻ്റെ കണ്ടീഷൻ പറയാം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലായിരിക്കണം ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്. പിന്നെ TIR നടക്കണം. മറ്റൊരു മെയിൻ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 13, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, IDC=ε0 d∅/. അതിലും കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട. ദെൻ അതിൽ ബി പാർട്ട് നോക്കി, എ കപ്പാസിറ്റേഴ്സ് ചാർജിങ് കറണ്ട് ഈസ് 0.25 ആംപിയർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ബിറ്റ്വീൻ ഇറ്റ്സ് പ്ലേറ്റ്സ്? അത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 13B ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാം. എത്രയാണോ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ആ കറണ്ട് തന്നെയാണ് ആ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൻസർ 0.25 ആംപിയർ തന്നെയാണ്. പക്ഷേ ആ കോൺസെപ്റ്റ് അറിയാത്തവരുണ്ടാവും, അതുകൊണ്ട് ആ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആട്ടോ അത്. ഓക്കെ, ഞാൻ ഓൾറെഡി ആ ഒരു ബേസ് കാര്യങ്ങളപ്പോൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. U തന്ന് R തന്ന് 1/F മിറർ ഫോർമുല കോൺസെപ്റ്റാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ഞാനത് ചെയ്തുതരാം. വളരെ ബേസ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ആക്കി തരാം. ഓക്കെ, 3 മാർക്കിൻ്റെ സെഷനിലേക്ക് പോകുമ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ, എ ബോയ് ഈസ് റൈഡിങ് എ ബൈസിക്കിൾ വിത്ത് ഇറ്റ്സ് ഡൈനാമോ ഓൺ. വെൻ ഹി ഇൻക്രീസസ് ദ സ്പീഡ് ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് കണക്റ്റഡ് ടു ദ ഡൈനാമോ ഇൻക്രീസസ്. വിച്ച് ലോ ഹെൽപ്സ് യു ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ തരാൻ വേണ്ടി ലെൻസസ് ലോ ആണ്. ദെൻ ബി പാർട്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ. ഫൈൻ്റെ വാല്യൂ തന്നു, 5t² + 6t + 9 വെബർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് EMF കണ്ടുപിടിക്കണം. അറ്റ് t=3 ആൻഡ് t=3 to t=0 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എന്ത് വേണം? അതിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആരാണ്? d∅/dt ചെയ്തിട്ട് ടീൻ്റെ വാല്യൂ 3 കൊടുക്കുകയും ടീൻ്റെ വാല്യൂ 0 കൊടുത്തിട്ട് ഒന്ന് റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാനത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ട് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്തു തരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16,
An AC voltage is connected to a circuital arrangement through which voltage and current measured as V 80 sin omega t volt, I is equal to 16 sin omega t plus 45 ampere ആണ്. Does the current lead or lag the voltage? അത് കറണ്ട് ലീഡ് ആണോ ചെയ്യുക, ലാഗ് ആണോ ചെയ്യുക? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കറണ്ട് എങ്ങനെയാണ് ലീഡ് ആണോ ലാഗ് ആണോ മനസ്സിലാക്കുക. ആ കറണ്ടിൻ്റെ കൂടെ നോക്കിയാൽ നോർമലി കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു I0 sin omega t പ്ലസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, അവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ മീനിങ് എന്താ, അത് കപ്പാസിറ്ററിൻ്റെ കോൺസെപ്റ്റ് അല്ലേ വരിക. അതായത് അവിടെ കറണ്ട് ലീഡാണ് ചെയ്യുക. ഇത് ഏത് സർക്യൂട്ട് കപ്പാസിറ്റർ ആണോ ഞാൻ ഓൾറെഡി പറഞ്ഞു കപ്പാസിറ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ, കപ്പാസിറ്റീവ് ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ആണെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂയിൽ ഒമേഗ ടി മൈനസ് ആണ് വേണ്ടത്, കപ്പാസിറ്റീവ് ആകുമ്പോൾ ഒമേഗ ടി പ്ലസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫേസർ ഡയഗ്രം, അതായത് കപ്പാസിറ്ററിൻ്റെ ഫേസർ ഡയഗ്രാണ് 16 സി. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മൾ ഏതാണ് എ സിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. സ്റ്റുഡൻറ്റ് കണക്ട്സ് എൻ എ സി സോഴ്സ് ഓഫ് EMF. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ V0 sin omega t അപ്ലൈ ചെയ്ത്. ഓക്കെ, ആ ഒരു സർക്യൂട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇൻ ദ സർക്യൂട്ട് ഷോൺ എബോ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. ഡെറിവേഷൻ ആണ് നേരത്തെ തന്നെ പറഞ്ഞാൽ I0 sin omega t പ്ലസ് π/2ൻ്റെ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദ അബവ് സർക്യൂട്ട്. പവറിൽ ആവറേജ് വാല്യൂ എത്രയാണ്? 0 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 ദ ടൈം വേരിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് ആൻ EM വേവ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ EM വേവ്സ് ഈസ് ഗിവൺ ബൈ EX is equal to E0 sin. ഇത് പ്രീവിയസ് ആണ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. E0 sin KZ minus omega t. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്? നമ്മൾ അതിൻ്റെ ഉള്ളിൽ സൈൻ ഓഫ് KZ മൈനസ്, അപ്പോൾ നേരെ തിരിച്ച് പറയണം അല്ലേ, പോസിറ്റീവ് Z ഡയറക്ഷനിലാണ് EM വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ. ബി പാർട്ട് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് കോൺസെപ്റ്റലാണ്. ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേവ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പക്ക ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ തന്നെയാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് നിങ്ങൾ പോസ് ചെയ്ത് സ്ലോ സ്പീഡ് ആകുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് മെല്ലെ കണ്ടു വന്നാൽ മതി, എപ്പോഴും പറയുന്ന പോലെ. ബി പാർട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ സെയിം. ഒരിക്കലുമില്ല, കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. ദെൻ സി പാർട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ റേഡിയോ വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് BY is equal to 40 sin of 0.4 into 10 raised to 3 Z minus 2.5 into 10 raised to 10 t. What is the amplitude of electric field vector? എന്ത് വലിയ ക്വസ്റ്റ്യൻ ഒക്കെയാണ് അവർ ചോദിച്ചത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്താ ബേസ് അല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ നോട്ട് ചെയ്തോ. ഈസ് ഈക്വൽ ടു ആരാണ്? CB അല്ലേ, ഈസ് ഈക്വൽ ടു CB അല്ലെങ്കിൽ E0 ഈക്വൽ ടു C ഇൻറ്റു B0. അതായത് സിൻ്റെ വാല്യൂ 3 into 10 raised to 8 ഇൻറ്റു B0 എന്താണ്, ആ സൈൻ്റെ മുമ്പിലുള്ള ആൾ 40. അപ്പോൾ 3 into 10 raised to 8 into 40 ആണ് വേണ്ടത്. സിംപ്ലി 120 into 10 raised to 8 ആയിരിക്കും ആൻസർ വരിക. Then question number 19, a microscope is a device used to obtain magnified images of small objects. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു ലേബൽ ഡയഗ്രം വരയ്ക്കാനാണ് അവിടെ പറയുന്നത്. ബി പാർട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹാസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് 30. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ അത് നമ്മൾ സ്മോൾ m is equal to MO into ME. അതിൽ സ്മോൾ m ആണ് തന്നിരിക്കുന്നത്. ആ പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നിട്ടുണ്ട്. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 cm ആണെങ്കിൽ. അസ്യൂമിങ് ദ ഫൈനൽ ഇമേജ് ടു ബി ഫോംഡ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിൻക്റ്റ് വിഷൻ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. ഈ ഒരു സാധനം വരാറില്ല നോർമലി, സത്യം പറയാലോ. റേ ഒപ്റ്റിക്സിൽ നോർമലി വരുമ്പോൾ കോമ്പൗണ്ട് ആവട്ടെ, സിമ്പിൾ ആവട്ടെ, ടെലസ്കോപ്പ് ആവട്ടെ, അവിടെ റേ ഡയഗ്രാം, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, ലിമിറ്റേഷൻസ് അങ്ങനെയൊക്കെ വരിക. ടെലസ്കോപ്പിൻ്റെ കേസൊക്കെ ആണെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ് അങ്ങനെയുള്ള കേസൊക്കെയാണ് വരിക. ഇതൊരു പ്രോബ്ലം ആണ്. 19B നല്ലൊരു പ്രോബ്ലം ആണ്. M ഈസ് ഈക്വൽ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾ ട്രൈ ചെയ്യും, കിട്ടുന്നില്ലേ ചോദിച്ചോ. തൊട്ട് മുമ്പൊക്കെ പറഞ്ഞതുപോലെ M is equal to MO into ME. അതിൽ MO ആണ് കണ്ടുപിടിക്കേണ്ടത്. MO equal to M divided by ME. പക്ഷേ M തന്നിട്ടുണ്ട്, ME തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ME കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 1 + D/FE. ആ D തന്നിട്ടുണ്ട്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിൻക്റ്റ് വിഷൻ തരേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കറിയാം 25 ആണ്. ഓക്കെ, F തന്നിട്ടുണ്ട് 5. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. കിട്ടിയില്ലേ ചോദിച്ചേക്കണം. ഞാൻ ഓൾമോസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടാൽ മതി. Question number 20, using the data given below of the given lenses, which will you prefer to use? എ പാർട്ട് ആൻഡ് ഐ പി എസ് ബി പാർട്ട് എന്താണ്? അതിന് ഒബ്ജക്റ്റീവ് ടു കൺസ്ട്രക്ട് ആൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. അതാണ് നോക്കിയത്. ടെലസ്കോപ്പാണോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണോ? കാരണം രണ്ടിലും IPS ഉണ്ടല്ലോ. അപ്പോൾ ടെലസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാൻ പറ്റും, ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ IPS ചെറുതാണ് വേണ്ടത്, ഒബ്ജക്റ്റീവ് വലുതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ IPS ചെറുതാണ്. അപ്പോൾ താഴെ 4 ലെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ IPS ചെറുതായിരിക്കണം. IPS ചെറുതായിരിക്കണം മീൻസ് എന്താ? IPSൻ്റെ ഫോക്കൽ ലെങ്ത് ചെറുതായിരിക്കണം. ഫോക്കൽ ലെങ്ത് ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പവർ കൂടുതലായിരിക്കണം. അതുപോലെ അപ്പേച്ചർ കുറവായിരിക്കണം. ഇത് ഓർമ്മിക്കട്ടോ. ഓക്കെ, IPS കോമ്പൗണ്ട് ടെലസ്കോപ്പിൻ്റെ IPS
പവർ കൂടുതലായിരിക്കണം. പവർ നോട്ട് ചെയ്യണേ, പവർ കൂടുതലായിരിക്കണം. ഇത് കൂടുതൽ ആൾക്കാർ നോക്കൂല. പവർ കൂടുതലായിരിക്കണം, അപ്പേച്ചർ മിനിമം ആയിരിക്കണം. അപ്പോൾ പവർ കൂടുതൽ ഏതാണ്? ലെൻസ് 4 അല്ലേ, പവർ 20 ഡയോപ്റ്ററും അപ്പേച്ചർ 0.02 മീറ്ററുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ IPSൻ്റെ കേസിൽ പവർ മാക്സിമം, അപ്പേച്ചർ മിനിമം. ഇനി നേരെ തിരിച്ച് പറയാം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതാ, ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞതാ മാക്സിമം ഫോക്കൽ ലെങ്താ, വലിയ ലെൻസാണ് വേണ്ട. അപ്പോൾ ഫോക്കൽ ലെങ്ത് മാക്സിമം ആയിരിക്കണം. ഫോക്കൽ ലെങ്ത് മാക്സിമം വന്നതാ മിനിമം പവർ, മാക്സിമം അപ്പേച്ചർ, മിനിമം പവർ. അത് 1 ഡയോപ്റ്റർ ആണ്. മാക്സിമം അപ്പേച്ചർ 0.1 മീറ്റർ ആണ്. 4 ഏറ്റവും വലുത് 0.1 ആണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആരാ വരിക? L1 ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21 ഷോ ദാറ്റ് F = R/2 ആണ്. മിററിൻ്റെ കേസ് കണ്ടെത്തിക്കൊള്ളുക. അതിൽ ബി പാർട്ട് കോൺസെപ്ച്വൽ. ഇഫ് ദ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് വിൽ ബി, ഒരിക്കലും മാറൂല. ആൻസർ ഓപ്ഷൻ ബി 10 cm ആണ്. ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ ആണ് മക്കളെ. അതിൽ AC ജനറേറ്റർ നമ്മൾ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, ആ കാര്യങ്ങളൊക്കെ വരക്കുക. എന്നിട്ട് EMFൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ E=E0 sin ωt ഡെറിവേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 23 AC വോൾട്ടേജ് തന്നിട്ടുണ്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ വോൾട്ടേജ് ഷോൺ. A question, what is the peak voltage? Peak voltage, okay, peak value of voltage. അതിൽ നോക്കുക, പീക്ക് വാല്യൂ എത്രയാണ്? 110 അല്ല 110 വോൾട്ടേജ്. അതിൽ നിന്ന് വ്യക്തമാണ് 110 ആണ് അതിൽ ആൻസർ. ദെൻ RMS വാല്യൂ ഓഫ് ദ വോൾട്ടേജ് എന്താണ്? RMS എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ √2. VRMS എന്ന് പറഞ്ഞാൽ VM/√2. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ അടിപൊളിയായിട്ട് ഫുള്ള് നൈസായിട്ട് അടിക്കാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വോൾട്ടേജ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. അത് അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി. ഓക്കെ, അവിടെ 20 കണ്ടു. 20 കാരണം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ 20 ആയി. അപ്പോൾ ടൈം പീരീഡ് 20. ടൈം പീരീഡിന് റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി = വരാം 1/20. 1/20 ആയിരിക്കും ആൻസർ വരിക. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ 1 താഴെ 20 × 10⁻³ അത് മുകളിലേക്ക് പോകും. അപ്പോൾ 10⁻³ 1000/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 50 ഹെർട്സ് ആയിരിക്കും. ദെൻ ഡി പാർട്ട്, റൈറ്റ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് ദ വോൾട്ടേജ്. അതെന്താ? V = V0 sin ωt. വേണമെങ്കിൽ നമുക്കിവിടെ V0ൻ്റെ വാല്യൂ 110 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. sin ωt, ഒമേഗ 2π × T, 2π × ന്യൂൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയതാണ് 2π × ന്യൂൻ്റെ വാല്യൂ 350. അപ്പോൾ 2 × 3.14 × 50 314 T എന്നുണ്ടാവും. ഓക്കെ, അത് ബേസ് ക്വസ്റ്റ്യൻ ആണ്. ബേസ് അത് പറഞ്ഞു ഡൗട്ടിന് ചോദിച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 24 മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്യുന്ന മക്കളെ, പ്രീവിയസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു എക്സ്പ്ലെയിൻ ഫിനോമിന ലൈക്ക് ഡൈഫ്രാക്ഷൻ, ഇന്റർഫറൻസ് എക്സെട്ര. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ പാത്ത് ഡിഫറൻസ് ഇൻ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ്. നന്നായിട്ട് പഠിക്കണം. അവിടെ നിന്ന് പ്രോബ്ലം ആണ് നോർമലി വരിക. ഓക്കെ, ബ്രൈറ്റും ഡാർക്ക് വരുന്ന പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ആണ്. Xn = n ക്യാപിറ്റൽ D/D ആണ്. ബ്രൈറ്റിലേക്കുള്ള ദൂരം n. ഇതിൻ്റെ നോട്ട്സ് വേവ് ഒപ്റ്റിക്സിൻ്റെ വീഡിയോ ഒന്ന് കാണാം മക്കളെ. അതിലെല്ലാം കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ടോപ്പിക്സ് ചെറുങ്ങനെ നോക്കാതെ കുട്ടികൾ ഇത് ടഫായിട്ടുണ്ടാവും. അതുപോലെ ഡാർക്കിലേക്കുള്ള പൊസിഷൻ Xn = 2n+1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലാംഡ ക്യാപിറ്റൽ D / 2 × സ്മോൾ d എന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇൻ്റർഫറൻസും ഡൈഫ്രാക്ഷൻ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകളാണ് ചോദിക്കുന്നത്. മസ്റ്റായിട്ട് പഠിക്കണം ആ ബി പാർട്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ് ബാൻഡ്സ് സെയിം ഇൻറ്റൻസിറ്റിയിലാണ് ഉണ്ടാവുക. മറ്റാൾക്കാർ ഡൈഫ്രാക്ഷൻ്റെ കേസിൽ എല്ലാ ബ്രൈറ്റ് ബാൻഡും ഒരേ ഇൻറ്റൻസിറ്റിയിലല്ല ഉണ്ടാവുക. ഇവരെ ഡാർക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഡാർക്കാണ്. മിനിമം ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ് ഡാർക്കാണ്. ഇൻ്റർഫറൻസിൻ്റെ കേസിൽ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഡാർക്കൊന്നുമല്ല, മിനിമം ഇൻറ്റൻസിറ്റി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ 5 മാർക്കിൻ്റെ സെഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26 ഇനേഴ്ഷ്യ ഓഫ് ദ സർക്യൂട്ട് ഈസ് ദ കോസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഹെൻറി ആണോ, ഫാരഡ് ആണോ, വോൾട്ട് ആണോ, വോൾട്ട് പെർ മീറ്റർ ആണോ? ഹെൻറി ആണല്ലേ. ദെൻ ബി പാർട്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ വാല്യൂ ഓഫ് L ഓഫ് ദ കോയിൽ വെൻ ദ നമ്പർ ഓഫ് ടേൺ ഈസ് ഡബിൾഡ് കീപ്പിംഗ് ഓൾ അതർ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നമുക്കറിയാം L = μ0 n² ആണ്. n² ആണ്. n ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഇൻഡക്റ്റൻസ് അതിൻ്റെ സ്ക്വയർ 4 ടൈംസ് ആയിട്ട് മാറും. സി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. ഇൻഡ്യൂസ്ഡ് EMF 4 വോൾട്ട് ഈസ് ജനറേറ്റഡ് വെൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ചേഞ്ചസ് ഫ്രം 3 ആംപിയർ ടു 4 ആംപിയർ. ഓക്കെ, നോർമലി കീം ലെവലൊക്കെ ചോദിക്കുന്നത് ബേസ് ക്വസ്റ്റ്യൻ. E = L × di/dt കണ്ടാ അറിയാം. ഓക്കെ, അവിടെ എല്ലാണ് ഇക്വേഷൻ നോട്ട് ചെയ്യുന്നത് നമുക്ക്. ക്യാപിറ്റൽ L × di/dt. ഓക്കെ, അതിൽ di എന്താ? 3 to 4. അപ്പോൾ 4 - 3 അതാണ് ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, DT എന്താ? അതാണ് 1 മില്ലി സെക്കൻഡ്. അതിനെ സെക്കൻഡ് ആക്കുമ്പോൾ 10⁻³ വരും. E എന്താണ്? അത് 4 ആണ്. അപ്പോൾ L കണ്ടുപിടിക്കാൻ പറ്റൂലേ? നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ ആൻസർ എത്ര കിട്ടിയെന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 26 D നോക്കി. എ ബാർ മാഗ്നറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി ത്രൂ എ സോളിനോഡ് ഹൂസ് എൻഡ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഈസ് ദ ആക്സിലറേഷൻ ലെസ് ദാൻ G? ജസ്റ്റിഫൈ യുവർ ആൻസർ. വന്ന് അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ലെൻസസിന് ഒരു ക്ലൂ തരാം. ലെൻസസിലോ റിലേറ്റഡ് ആയിട്ടാണ് ആ
ഒരു കോൺസെപ്റ്റ് പറയേണ്ടത്. ആക്സിലറേഷൻ ലെസ് ദാൻ ജി തന്നെയാണ് വരികയും ചെയ്യുക. അതിൻ്റെ ആൻസർ എത്ര ആൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഓക്കെ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ മനസ്സിലായില്ല മക്കളെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഫുൾ അടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അറിയാത്തവർക്കൊന്ന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ അതിൻ്റെ ആൻസർ അറിയില്ല ഷുവർ നിങ്ങൾ കമൻറ്റ് ചെയ്ത മക്കളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. ദെൻ നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ ഫേസർ ഡയഗ്രാണ്. കൂടുതൽ വായിക്കാൻ നിൽക്കുന്നില്ല. LCRുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കൂടാ. LCRൻ്റെ ഫേസർ ഡയഗ്രാം വരക്കണം. അതിൻ്റെ റെസൊണൻസ് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. 28ാമത് ഇക്വേഷൻ കാണാം. ഫുൾ വായിക്കാൻ കണ്ടാൽ തന്നെ അറിയാം. അത് പ്രിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ ദെൻ 28C നോക്കിയാൽ കോൺസെപ്റ്റ് ആണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അതായത് പ്രിസം എടുത്തിട്ട് വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്താ സംഭവിക്കുക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കുറയാണ് ചെയ്യുക. ഓക്കെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുക. ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 29 വേവ് ഫ്രണ്ട് ഹൈഗൻസ് പ്രിൻസിപ്പിൾ കോൺസെപ്റ്റ് ആണ്. അതിലൂടെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആണ് പറയേണ്ടത്. അതിൽ സി പാർട്ട് കോൺസെപ്റ്റ് ആണ്. എന്താണ്? ലൈറ്റ് റേസ് പാസിംഗ് ഫ്രം എ റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ സ്പീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ റിഫ്രാക്റ്റഡ് റേ? ഓക്കെ ഒരു റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം പോകാമെന്ന് പറഞ്ഞാൽ സ്പീഡ് എപ്പോഴും കുറയാണ് ചെയ്യുക അല്ലേ? സ്പീഡ് കുറയും, സ്പീഡ് ഓർ വെലോസിറ്റി കുറയും. പക്ഷേ ഒരിക്കലും ആര് കുറയൂല, ആര് കൂടുകയും ചെയ്യില്ല. ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് അപ്പോൾ ഈ ഒരു റിവിഷൻ 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ EMI മുതൽ വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ചാപ്റ്ററിൽ നിന്നും മാക്സിമം ഏത് ലെവൽ വരെ പോകാമെന്ന് ആ ഒരു ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും. ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതൊക്കെയാണെന്ന് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് തൊട്ട് മുമ്പ് ചെയ്ത പോലെ ചെയ്തുതരാം. ഓക്കെ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. വെറുതെ ടോപ്പിക്ക് പഠിക്കുന്നതിനപ്പുറം പഠിക്കേണ്ടെന്നല്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോൺസെപ്റ്റും ന്യൂമറിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വൺ വേർഡ് കിട്ടുന്നുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മക്കളെ. വെറുതെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ സമയം കളയണ്ട. നല്ല പണി ഈ പ്രാവശ്യം എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുകയാണോ, NCERT ലെവൽ പഠിക്കുകയാണോ, ഒരു ടെൻഷൻ ഓടിക്കാതെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എളുപ്പപ്പണി നിൽക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ നിങ്ങൾക്ക് തന്ന ക്ലൂ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ആൻസർ പറയുക. അത് അറിയുന്നവർക്ക് കുറച്ച് അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആകും. എന്നിട്ടും കിട്ടുന്നില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് വീഡിയോ ആയിട്ട് തൊട്ടുമുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തു തരാം. സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ റിവിഷൻ 3 ആയിട്ട് കാണാം. ഓക്കെ നിങ്ങൾക്ക് വേറെ സജഷൻ കാര്യങ്ങളിൽ നിന്ന് അറിയിച്ചാൽ മതി. ഞാൻ അനുസരിച്ച് വീഡിയോ ചെയ്തു തരാം കേട്ടോ. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ താങ്ക് യു.